വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വോയിസ് എത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഇത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വോയിസ് കേൾപ്പിച്ചട്ടെ. വെയിറ്റ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് എങ്ങനെ കേൾക്കാൻ പറ്റുന്നത്? എന്തെങ്കിലും ക്ലാരിറ്റി കൂടുതലുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്, ഇതാണ് വോയിസിന് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മിനി മൈക്ക്. ഇതെൻ്റെ ബ്രദർ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന്. ആദ്യം അവൻ്റെ പ്ലാൻ ഷൂസ് ഓർഡർ ചെയ്യാനായിരുന്നു. പിന്നെ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ കാരണം കൊണ്ട് ഡെലിവറി കുറച്ച് ഡിലേ ആയി. അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്ക് 2 ഷൂസ് വേറെ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇങ്ങനെ വ്ളോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, അപ്പോൾ എനിക്ക് മൈക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര റേറ്റ് കുറവിൻ്റെ മൈക്ക് മതി. എനിക്ക് ആകെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. അപ്പോൾ എനിക്ക് ഐഫോണിലും അത് കണക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്കിപ്പോൾ എന്താ ലാപ്പിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനും കൂടി പറ്റുന്ന രീതിക്കുള്ളൊരു മൈക്ക് വേണം. ഹിയർ ഹി ഫൗണ്ട് എ പെർഫെക്റ്റ് സൊല്യൂഷൻ. ഞാനിത് കുറേ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ റിവ്യൂ പറയുന്നത്. സോ യു ക്യാൻ റിലേ ഓൺ മൈ ഹോണസ്റ്റ് റിവ്യൂ. നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതാണ് ഐറ്റം, നമ്മുടെ ഹോളി ലാൻഡ് ലാർക്ക് M2 വയർലെസ് ലവാലിയോർ മൈക്രോഫോൺ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. എൻ്റെ പല വീഡിയോസിലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പൗച്ചിലാണ് കേട്ടോ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസി ആയതുകൊണ്ടാണ് ഈ ഒരു പൗച്ച്. ഇത് ഇതിനൊപ്പം തന്നെ വരുന്ന ഒരു പൗച്ചാണ്. സോ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതിനുള്ളിലാണ് മൈക്ക് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് 2 മൈക്കാണ്. നമുക്കിതുപോലെ 2 മൈക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ 2 പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 2 മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ വോയിസ് ക്ലാരിറ്റി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 പേര് വ്ളോഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്കും കൂടെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ. പിന്നെ വരുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമുക്കിങ്ങനെ വോയിസ് കൂട്ടിക്കൊടുക്കാനൊക്കെ പറ്റും ഇതിൽ. പിന്നെ ഇതിൽ വോയിസ് ക്യാൻസലേഷൻ മോഡ് ഉണ്ട്. ഇതാണ് വോയിസ് ക്യാൻസലേഷൻ മോഡ്, കണ്ടോ. നമുക്കിതിൽ വോയിസൊക്കെ കൂട്ടിക്കൊടുക്കാം നമ്മുടെ ഇഷ്ടപ്രകാരം. പിന്നെ വരുന്ന ചെറിയ ചെറിയ ആക്സസറീസാണ് ഇതിലുള്ളത്. ഓക്കെ, ഞാനിതൊന്ന് പിന്നെ ഇതിൽ വരുന്ന ചെറിയ ചെറിയ ആക്സസറീസാണ്. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു വയർ വെച്ചിട്ട് നമുക്ക് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാം. ഇത് വരുന്നത് നെക്ക്, നമുക്കിപ്പോൾ എന്താ കഴുത്തിക്കൂടൊക്കെ ഇടണമെങ്കിൽ കഴുത്തിക്കൂടെ ഇട്ടിട്ട് മൈക്ക് ഇവിടെ മാഗ്നറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഈ സംഭവമാണ് വരുന്നത്. ഇത് വിൻഡൊക്കെ ഇപ്പോൾ ഒരു പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിൻഡിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇനി വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, അതായത് ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു. അവൻ്റെ അടുത്ത് പറഞ്ഞ ഒരു നിബന്ധനമായിരുന്നു എനിക്ക് മൈക്ക് വാങ്ങുമ്പോൾ വേണ്ടത്. എനിക്ക് ഇതിൽ രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഞാൻ ഐഫോണാണ് ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ ലാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ് എനിക്ക് ഒരു മൈക്കായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിന്ന് കണ്ടോ, ഇത് നമുക്ക് ആൻഡ്രോയിഡ് ലാപ്ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നുണ്ട്. പിന്നെ ഒരു പിന്ന് വരുന്നത് ഇതേ സെയിം പോലെ തന്നെ അതിൻ്റെ ഈ സംഭവം, ഈ പ്ലഗ് ചെയ്യുന്ന സംഭവം ഐഫോണിൻ്റെ ആയിരിക്കും. നമുക്ക് ഐഫോണിൽ ഞാനിപ്പോൾ ഓൾറെഡി അത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിൽ. ഇതിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് ലാപ്പിൽ ഓൾറെഡി എനിക്ക് പ്ലഗിങ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഇതേപോലെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫോണിലാണെങ്കിലും പ്ലഗിൻ ചെയ്ത് വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ തോന്നില്ലേ. അപ്പോൾ ഇത് പ്ലഗ് ഔട്ട് ചെയ്തിട്ടൊന്നും നമുക്ക് വീഡിയോ കാണാനൊന്നും വേണ്ട. ഇത് പ്ലഗിൻ ചെയ്തിരിക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റും, വോയിസ് പുറത്തോട്ട് വരും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ആസ് എ ബിഗിനർ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. എനിക്കിത് യൂസ് ചെയ്യാനായിട്ടും ഭയങ്കര ഈസിയാണ്. അത്ര കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ബ്രാൻഡാണ്. ഇതിപ്പോൾ എത്ര നാൾ നിൽക്കും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 2 വീക്സിൻ്റെ അടുത്തായി യൂസ് ചെയ്യുന്നു. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഗുഡായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ബ്രാൻഡിൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.